ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് കെമിക്കൽ അറ്റാക്സ്. അതായത് ഡ്യൂറബിലിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് കെമിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് 5 മാർക്സിനോ 10 മാർക്സിനോ ഏതെങ്കിലും ഒരു കെമിക്കൽ അറ്റാക്ക് പറ്റി ചോദിക്കലുണ്ട്. സോ ഇത് സ്കിപ്പ് ചെയ്യരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം there are many types of chemicals that can attack concrete. കുറെ ടൈപ്പ് ഉണ്ട്. So there are different types of chemical attack. The most common ones being sulfate attack, acid attack, chloride attack, alkali silica reaction and carbonation. Okay, so let's look at this in more detail. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൾഫേറ്റ് അറ്റാക്ക് ആണ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ് ഈ സൾഫേറ്റ് അറ്റാക്ക്, കാർബണേഷൻ, ആൽക്കലി സിലിക്ക റിയാക്ഷൻ ഏതെങ്കിലും ഒന്ന് കേട്ടോ. സോ സ്കിപ്പ് ചെയ്യരുത് ആരും. The term sulfate attack denotes an increase in volume of cement paste in concrete or mortar due to the chemical action between the product of hydration of cement and solution containing sulfates. ഇതാണ് നമ്മളെ സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് an increase in volume of cement paste in concrete or mortar due to എന്താണ്? Due to the chemical action between ആരൊക്കെ തമ്മില്? Chemical action between the product of hydration of cement and solution containing sulfate. ഇതാണ് നമ്മളെ സൾഫേറ്റ് അറ്റാക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? The term sulfate attack denotes it's an increase in volume of cement paste in concrete or mortar due to the chemical action between the product of hydration of cement and solution containing sulfate. Okay, next നമുക്ക് കുറച്ച് സോഴ്സസ് നോക്കാം. സോഴ്സസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സൾഫേറ്റിന്റെ സോഴ്സ് ഉണ്ട്, അതുപോലെ ഇന്റേണലി ഉണ്ട്, അല്ലാണ്ട് കുറച്ച് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇന്റേണലി, എക്സ്റ്റേണലി ആൻഡ് അതർ ടൈപ്പ് ഓഫ് സൾഫേറ്റിന്റെ സോഴ്സ് നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കുന്നത് എക്സ്റ്റേണൽ സൾഫേറ്റ് അറ്റാക്ക് ആണ്. ഫസ്റ്റ്, sulfate attack happens whenever there are sources of sulfate present in the groundwater or in the soil, and generally when the sulfates are getting driven from an external environment into the concrete, we call it external sulfate attack. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണലി ഉണ്ടാവുന്ന സൾഫേറ്റ് അറ്റാക്ക്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു കോമൺ ടൈപ്പ് ആണ്. ഓക്കെ, കോമൺ ആയിട്ട് എല്ലാവരുടെയും കാണുന്ന ഒരു ഇതാണ് എക്സ്റ്റേണൽ സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതുപോലെ സൾഫേറ്റ്സ് ഓഫ് sodium, potassium, calcium and magnesium occurs in soil or groundwater. ഇതിന്റെയൊക്കെ സൾഫേറ്റ്, അതായത് സോഡിയം സൾഫേറ്റ്, പൊട്ടാഷ്യം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, കുറെ ഫോംസ് ഉണ്ടല്ലോ. സൾഫേറ്റിന്റെ കുറെ ഫോംസ് ഉണ്ട്. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ വരുന്ന ഓരോന്നും സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പം കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രജൻ സൾഫേറ്റ് ഉണ്ടാവുന്നുണ്ട്, H2SO4 ഉണ്ട്, എല്ലാം ഓരോ ഫോംസ് ആണ്. അപ്പം സൾഫേറ്റ്സ് ഓഫ് sodium, potassium, calcium and magnesium normally occurs in soil അല്ലെങ്കിൽ groundwater. Okay, because of the solubility of CaSO4 is low, groundwater contains more of other sulfates. Okay, എന്താണ് ഈ because of solubility of CaSO4 is low, അതുകൊണ്ട് groundwater contain more of other sulfates. Okay, and decay of organic matter in marshy land, shallow lakes often leads to the formation of H2S, which get transformed to H2SO4 by bacterial action. അതായത് ഓർഗാനിക് മാറ്ററിന്റെ ഒക്കെ ഡീകേ, ദാറ്റ് ഈസ് ബാക്ടീരിയൽ ആക്ഷൻ വഴി ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ഈ ഡീകേ ആവുന്ന സമയത്ത് നോർമലി നമുക്കറിയാം H2S, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് പിന്നെ എന്ത് ചെയ്യും? H2SO4 ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും, നമുക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൾഫേറ്റ് തന്നെയാണ് അല്ലേ H2SO4 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സോളിഡ് സൾഫേറ്റ് ഡു നോട്ട് അറ്റാക്ക് ദ കോൺക്രീറ്റ് സിവിയർലി. അതായത് സോളിഡ് സൾഫേറ്റ് ആണെങ്കിൽ ഡു നോട്ട് അറ്റാക്ക് ദ കോൺക്രീറ്റ് സിവിയർലി. അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് അത്ര സിവിയർ ആയിരിക്കില്ല. ഓക്കെ,
But when the chemicals are in solution, they find entry into porous concrete and react with the hydrated cement product. Okay, അതായത് സോളിഡ് സൾഫേറ്റ് ആണെങ്കിൽ ഡു നോട്ട് അറ്റാക്ക് ദ കോൺക്രീറ്റ് സിവിയർലി. ബട്ട് അത് കെമിക്കൽസ് ആർ ഇൻ സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്, ദേ ഫൈൻഡ് എൻട്രി ഇൻ ടു പോറസ് കോൺക്രീറ്റ് ആൻഡ് റിയാക്ട് വിത്ത് ഹൈഡ്രേറ്റഡ് സിമെന്റ് പ്രോഡക്റ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അത് പോസ് ഉണ്ടാക്കും, പിന്നെ അത് ക്രാക്ക് ആവും. അങ്ങനെയാണ് ഡ്യൂറേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ സൾഫേറ്റ് അറ്റാക്ക് ആണ്. ഓക്കെ, ഇന്റേണൽ സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താ, വെൻ അറ്റാക്ക് ഒക്കേഴ്സ് ഫ്രം ആൻ ഇന്റേണൽ സോഴ്സ് ഓഫ് സൾഫേറ്റ് ആസ് ഇൻ ഡിലേഡ് എട്രിംഗേറ്റ് ഫോർമേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ, ദാറ്റ് മീൻസ് ദ സോഴ്സ് ഓഫ് ദ sulfate which is leading to deterioration is within the concrete and is called internal sulfate attack അല്ലെങ്കിൽ delayed etringate formation എന്ന് പറയും. ഓക്കെ, ഇന്റേണൽ സൾഫേറ്റ് അറ്റാക്ക് അല്ലെങ്കിൽ നമ്മൾ ഡിലേഡ് എട്രിംഗേറ്റ് ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഈ എട്രിംഗേറ്റ് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. ദാറ്റ് ഈസ് വി നോ ദാറ്റ് എട്രിംഗേറ്റ് ഫോംസ് ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് സിമെന്റ് ഹൈഡ്രേഷൻ ആൻഡ് സ്ലോലി കൺവേർട്സ് ടു ദ മോണോസൾഫേറ്റ് ഫേസ്. അത്രയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. അപ്പം ഇത്ര അറിഞ്ഞാൽ മതി. ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കാനുണ്ട്, എങ്ങനെയാണ് ഈ സൾഫേറ്റ് അറ്റാക്കും അതുപോലെ തന്നെ ഇതിന്റെ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ കെമിക്കൽസ് ക്യാരിങ് സൾഫേറ്റ് അയൺസ്. കുറച്ച് എന്താ പറയാ കോമൺ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്നത്, ദാറ്റ് ഈസ് Na2SO4 ഉണ്ട്, മെഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്, കാൽഷ്യം സൾഫേറ്റ്, അതുപോലെ FeSO4, അങ്ങനെ കുറെ ടൈപ്സ് ഉണ്ടാവാൻ കോമൺ കെമിക്കൽസ് ക്യാരിങ് സൾഫേറ്റ് അയോൺസ് ഉണ്ട്. ഇതൊക്കെ സാധാരണ നോർമലി ഉണ്ടാവുന്നത് സീ വാട്ടറിലും ഗ്രൗണ്ട് വാട്ടറിലും ഒക്കെയാണ്. ഓക്കെ, we have talked about external sulfate attack and internal sulfate attack, primarily related to this ettringite formation, and now there are other forms of sulfate attack also. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് സാൾട്ട് ക്രിസ്റ്റലൈസേഷൻ ആണ് ഫസ്റ്റ്. അതായത് ഇഫ് സോല്യൂബിൾ സൾഫേറ്റ് മൈഗ്രേറ്റ് ദെൻ പ്രസിപ്പിറ്റേറ്റ് ഗിവിംഗ് റൈസ് ടു എക്സ്പെൻസീവ് പ്രഷർ, അതിനെയാണ് നമ്മൾ സോൾട്ട് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് സോൾട്ട് ക്രിസ്റ്റലൈസേഷൻ ആണ് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, other damage which is getting more and more important these days is called thermosite attack. thermosite attack എന്ന് പറയും. അതായത് കാൽസ്യം കാർബണേറ്റ് സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ഈ എന്ത് ചെയ്യും, CSH മാട്രിക്സിനെ അറ്റാക്ക് ചെയ്യും. അതായത് കാൽസ്യം കാർബണേറ്റ് സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് വിച്ച് അറ്റാക്ക് ദ CSH മാട്രിക്സ്. CSH മാട്രിക്സ് നമ്മൾ സിമെന്റിന്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം CSH മാട്രിക്സിനെ അറ്റാക്ക് ചെയ്യും. പിന്നെന്താ സംഭവിക്കുക, കോസസ് സോഫ്റ്റനിങ് ആൻഡ് ലോസ് ഓഫ് ഇന്റഗ്രിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. ഓക്കെ, അതായത് തെർമസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, കാൽസ്യം കാർബണേറ്റ് സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് attacks the CSH matrix and causes softening and lose the integrity of the concrete. Okay, next എന്ന് പറയുന്നത് അതർ ഫോം എന്ന് പറയുന്നത് സീ വാട്ടർ. നെക്സ്റ്റ് വരുന്നത് ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡ് മിനറൽസ് ഇൻ ക്ലേ അഡ്ജസെന്റ് ടു ദ കോൺക്രീറ്റ്. അത് ഒരു അതർ ഫോം ആണ്. നെക്സ്റ്റ് വരുന്നത് ബാക്ടീരിയൽ ആക്ഷൻ ഇൻ സീവേജ്. ഇപ്പം അനൈറോബിക് ഡൈജഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാലേ. അപ്പം സീവേജിലെ ബാക്ടീരിയൽ ആക്ഷൻ വഴി നമ്മൾ ഹൈഡ്രജൻ സൾഫേറ്റും അതുപോലെ സൾഫ്യൂരിക് ആസിഡും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ കേസിൽ ദാറ്റ് ഈസ് ബാക്ടീരിയൽ ആക്ഷൻ ഇൻ സീവേഴ്സിൽ. അതുപോലെ വാട്ടർ യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് കൂളിംഗ് ടവേഴ്സ് ക്യാൻ ഓൾസോ ബി എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് സൾഫേറ്റ് അറ്റാക്ക് ഓൺ കോൺക്രീറ്റ്. അപ്പൊ ഇത്രയാണ് നമ്മളെ അതർ ഫോംസ് വരുന്നത്. അപ്പം എക്സ്റ്റേണൽ സൾഫേറ്റ് അറ്റാക്ക് ഉണ്ട്, ഇന്റേണൽ സൾഫേറ്റ് അറ്റാക്ക് ഉണ്ട്, പിന്നെ അതർ ഫോംസ് ഓഫ് സൾഫേറ്റ് അറ്റാക്കും നമ്മൾ നോക്കി. ഇനി എന്ന് പറയുന്നത് സൾഫേറ്റ് അറ്റാക്കിന്റെ കുറച്ച് റിയാക്ഷൻസ്, എങ്ങനെയൊക്കെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്, ഓരോന്ന് ക്രാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നെക്സ്റ്റ്. ആക്ച്വലി ഈ സൾഫേറ്റ് അറ്റാക്കിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് കുറെ സ്റ്റെപ്സ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. അപ്പം ഹൈഡ്രേറ്റഡ് സിമെന്റ് ഫേസസ് റിയാക്ട് ഇൻ എൻ അക്വസ് മീഡിയം വിത്ത് ദിസ് സൾഫേറ്റ് അയോൺസ്. അപ്പൊ നമുക്ക് പ്രൈമറി പ്രൊഡക്റ്റ് ആയിട്ട് ജിപ്സം കിട്ടും.
and the gypsum goes into reaction with C3A to form ettringite. അങ്ങനെയാണ് ഈ ettringite ഉണ്ടാവുന്നത്. അപ്പം ഇതിന്റെ പ്രൈമറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ജിപ്സം ആൻഡ് ettringite ആണ്. And other reaction result in a progressive loss of stability of the CSH gel അല്ലെങ്കിൽ CSH matrix, that is calcium silicate hydrate എന്ന് പറയും. അതാണ് നോർമലി ദാറ്റ് ഈസ് പ്രൈമറി സ്ട്രെങ്ത് ഗിവിംഗ് കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രേറ്റഡ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ റിയാക്ഷൻ വഴി എന്താ ഉണ്ടാവുക? പ്രോഗ്രസീവ് ലോസ് ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദ CSH മാട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. ദാറ്റ് ഈസ് CH plus NH plus 2H ഗിവിംഗ് CSH2 plus NH, ദാറ്റ് ഈസ് ജിപ്സം ഫോർമേഷന്റെ സ്റ്റെപ്പ്. പിന്നെ വരുന്നത് CSH plus MS plus 2H gives CSH2 plus MH. ഓക്കെ, ഇതിന്റെ കെമിക്കൽ ആക്ഷൻസ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ജിപ്സം കിട്ടി. In second case, you get gypsum and magnesium hydroxide, which is also known as brucite. അതിനെ തന്നെയാണ് ഈ ബ്രൂസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ജിപ്സം എന്താ ഉണ്ടാക്കുക? ജിപ്സം കോസസ് സോഫ്റ്റനിങ് ആൻഡ് സ്ട്രെങ്ത് ലോസ് ആൻഡ് ഈസ് ഓൾസോ റിപ്പോർട്ടഡ് ടു കോസ് എക്സ്പാൻഷൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കേസിൽ ജിപ്സം ഉണ്ടാക്കും. സെക്കൻഡ് കേസിൽ എന്തായിരുന്നു? യു ഗെറ്റ് ജിപ്സം ആൻഡ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ബ്രൂസൈറ്റ്. അപ്പം ഈ ജിപ്സം causes softening and strength loss. Okay, actually this brucite എന്ന് പറയുന്നത്, brucite is the insoluble solid that actually form the layer on the surface of the concrete ആണ്. Okay, അപ്പോൾ നമ്മൾ ജിപ്സത്തിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ the further reaction of gypsum with the aluminate C3A and its hydrates and monosulfate leads to the formation of expensive ettringite. Okay, well, loss of CH leads to reduction in pH of the system. അപ്പം ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫോർമേഷൻ ഓഫ് ബ്രൂസൈറ്റ്, നമ്മൾ എന്താ പറഞ്ഞ സെക്കൻഡ് കേസിൽ യു ഗെറ്റ് ജിപ്സം ആൻഡ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ബ്രൂസൈറ്റ്. അപ്പം ദ ഫോർമേഷൻ ഓഫ് ബ്രൂസൈറ്റ് ആസ് എ ലെയർ ഓൺ ദ സർഫസ് പ്രൊട്ടക്ട് ദ കോൺക്രീറ്റ് ഫ്രം ഫർദർ അറ്റാക്ക്. ഓക്കെ, അപ്പം ഈ ഒരു ബ്രൂസൈറ്റ് എന്ന് പറയുന്നത് ഒരു ലെയർ ആയിട്ട് പ്രൊട്ടക്ട് കോൺക്രീറ്റ് ഫ്രം ഫർദർ അറ്റാക്ക്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ ദ ലോങ് റൺ. ഓക്കെ, അതുപോലെ ഇൻ ദ ഹാർഡൻ കോൺക്രീറ്റ് കാൽസ്യം അലൂമിനേറ്റ് ഹൈഡ്രേറ്റ് ക്യാൻ റിയാക്ട് വിത്ത് സൾഫേറ്റ് സാൾട്ട് ഫോം ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, അപ്പം ഹാർഡൻ കോൺക്രീറ്റിൽ CaH ക്യാൻ റിയാക്ട് വിത്ത് സൾഫേറ്റ് സാൾട്ട് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, സോ പ്രൊഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് കാൽസ്യം സൾഫോ അലൂമിനേറ്റ് ആണ്, ഫോമിംഗ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ഹൈഡ്രേറ്റഡ് സിമെന്റ് പേസ്റ്റ്. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം സൾഫോ അലൂമിനേറ്റ് ഫോമിംഗ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ഹൈഡ്രേറ്റഡ് സിമെന്റ്. നമ്മൾ പറഞ്ഞു നേരത്തെ ഇൻക്രീസ് ഇൻ വോളിയം ഉണ്ടാവുന്നുണ്ട്, എക്സ്പാൻഷൻ. സോ ബിക്കോസ് ഓഫ് ദിസ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ദ സോളിഡ് ഫേസ് which can go up to 27%. Okay, അപ്പം എന്താ സംഭവിക്കുക? A gradual disintegration of concrete takes place. Okay. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ ഒരു 2-3 സ്ലൈഡിലും കൂടെ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്ന് പറയാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾ പഠിച്ച കാര്യമാണ്. സോ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലാസ്റ്റ് 2 വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് കുറെ പേര് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് തരുമ്പം ആ നോട്ട്സ് നിങ്ങൾ വായിക്കുക കൂട്ടത്തിൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് സൾഫേറ്റ് അറ്റാക്ക് ആണ് കേട്ടോ. ഇത് 2017 KTU-ന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ, ഐ മീൻ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു കെമിക്കൽ അറ്റാക്കിന്ന് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഓക്കെ, 2017 അല്ല, എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട് കേട്ടോ, ഏതെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ലോ C3A സിമെന്റ്, അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്. തേർഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് പോസലാനിക് മെറ്റീരിയൽ ആൻഡ് മിനറൽ അഡ്മിക്സ്റ്റേഴ്സ് ആൻഡ് ലോ വാട്ടർ സിമെന്റ് ആൻഡ് ഗുഡ് ഇംപെർമിബിലിറ്റി. പിന്നെ യൂസ് ഓഫ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്, അതുപോലെ ക്വാളിറ്റി,
ക്വാളിറ്റി നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ യൂസ് ഓഫ് എയർ എൻട്രെയിൻമെന്റ്, പിന്നെ വരുന്നത് യൂസ് ഓഫ് പോസലോന, നെക്സ്റ്റ് വരുന്നത് യൂസ് ഓഫ് ഹൈ അലൂമിന സിമെന്റ് ആൻഡ് യൂസ് ഓഫ് ഹൈ പ്രഷർ സ്റ്റീം ക്യൂറിംഗ്. ഓക്കെ, അപ്പം ഈ ഒരു മെഷേഴ്സ് നിങ്ങൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ചാൽ ക്ലിയർ ആവും നന്നായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. കാരണം ലാസ്റ്റ് 2 വീഡിയോ നല്ല ലെങ്തി ആയി പോയി എന്ന് കുറെ പേര് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം PPT ഞാൻ തരുന്നുണ്ട്, അപ്പൊ അതിൽ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ അത് വായിച്ചാൽ മതി. ഓക്കെ, എനിക്ക് ഡൗട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ സൾഫേറ്റ് അറ്റാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൾഫേറ്റ് അറ്റാക്ക് എന്താന്ന് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സൾഫേറ്റ് അറ്റാക്ക്, ഇത് കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഇത്. അപ്പം യൂസ് ഓഫ് ലോ C3S സിമെന്റ്, യൂസ് ഓഫ് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്, യൂസ് ഓഫ് പോസലോണിക് മെറ്റീരിയൽ ആൻഡ് മിനറൽ അഡ്മിക്സ്റ്റേഴ്സ്, അതുപോലെ വാട്ടർ സിമെന്റ്, ലോ വാട്ടർ സിമെന്റ് ആൻഡ് ഗുഡ് ഇംപെർമബിലിറ്റി, യൂസ് ഓഫ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്, ക്വാളിറ്റി ഇൻ കോൺക്രീറ്റ്, യൂസ് ഓഫ് എയർ എൻട്രെയിൻമെന്റ്, അതുപോലെ യൂസ് ഓഫ് പോസലോന, യൂസ് ഓഫ് ഹൈ അലൂമിന സിമെന്റ് ആൻഡ് ഹൈ പ്രഷർ സ്റ്റീം ക്യൂറിംഗ്. ഇത്രയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ മെത്തേഡായിട്ട് പഠിക്കാനുള്ളത്. സോ ഈ ഒരു പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര സിമ്പിൾ ആണ് ആക്ച്വലി. ആ കെമിക്കൽ റിയാക്ഷൻസ് വരുമ്പോഴാണ് കുറച്ചൊരു കൺഫ്യൂഷൻ ആവുന്നത്, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം വീഡിയോന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 2-3 സ്ലൈഡ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ആ റിയാക്ഷൻ വരുന്നത്. അതുപോലെ പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് വായിച്ചാൽ നന്നായിട്ട് ക്ലിയർ ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, അപ്പം കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ PPTയും കൂടെ നോക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആൽക്കലി സിലിക്ക റിയാക്ഷൻ, അതുപോലെ കാർബണേഷൻ ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്, അത്രയും കൂടെ കഴിഞ്ഞാൽ 5th മൊഡ്യൂള് കംപ്ലീറ്റ് ആവും. ഓക്കെ.